വീര്യാഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കും പെൺമക്കൾക്കുമെതിരെ കേസ്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ മഷ്കൂറിന്റെ പരാതിയിലാണ് കേസ്. പ്രതികൾ അശ്ലീല ഭാഷ ഉപയോഗിക്കുകയും കോൺക്രീറ്റ് കഷ്ണം കൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. വിവരങ്ങളുമായി ഫൈസൽ ചേരുന്നു. ഫൈസലെ, എന്താണ് കഥ? കാസർഗോഡ് ഉപ്പള പച്ചിലമ്പാറയിലാണ് മുസ്ലിം ലീഗ് വിദ്യാഹ്ലാദ പ്രവർത്തനത്തിനുണ്ടായ സംഘർഷത്തിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറയുടെ പെൺമക്കളും ഭാര്യയും ബന്ധുക്കളും അടക്കം 5 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സെയ്ല, അമീറ, ഉസ്ന, അമീന, ഔവ എന്നിവർക്കെതിരെയാണ് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ മഷ്കൂറിന്റെ പരാതിയിലാണ് ഈ കേസ്. LDF സ്വതന്ത്രനായ അഷ്റഫ് പച്ചിലമ്പാറ ഇവിടെ തോറ്റിരുന്നു. ഗോൾഡൻ റഹ്മാനാണ് രണ്ടാമത് UDF ജയിച്ചത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം, അതായത് വോട്ടെണ്ണൽ ദിവസം ശനിയാഴ്ച വൈകിട്ട് 3:45 കൂടിയായിരുന്നു സംഭവം. പക്ഷെ പരാതി നൽകുന്നത് ഇപ്പോഴാണ്. പരാതി നൽകുന്നതിന് വൈകിയതിന്റെ കാരണം എതിർകക്ഷികൾ സ്ത്രീകളും കുടുംബാംഗങ്ങളും ആയതിനാലും പ്രശ്നം സംസാരിച്ച് തീർക്കാമെന്നാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചു. ഒപ്പം തന്നെ പ്രതി സെയ്ല കോൺക്രീറ്റ് കഷ്ണം ഉപയോഗിച്ച് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത 118(1), അതായത് മൂർച്ചയേറി വസ്തുക്കൾ കൊണ്ട് മനഃപൂർവ്വം ഉപദ്രവിക്കൽ, അസഭ്യം പറയൽ, കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അനധികൃതമായി കൂട്ടത്തിൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചേർത്ത് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ ഇവരുടെ വീട് ആക്രമിച്ചുവെന്നും കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചുവെന്നുമുള്ള ഒരു പരാതിയിൽ അവിടെ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പരാതിയും ഒപ്പം തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തത്. അബ്ജോദ്.